അങ്ങനെ വീണ്ടും ഞാൻ വന്നു. ശബ്ദം സൗണ്ട് കുറവുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറവുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊന്നും കമന്റ് ചെയ്തൊന്നും കണ്ടില്ല. സൗണ്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം. ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു മൈക്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കണു. ഇനി അത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ മഞ്ജു പത്രോസും ബിനു അടിമാലിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഇന്റർവ്യൂലുള്ള ഒരു ഫിലിമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂലെ കോൺവെർസേഷൻ റിയാക്ഷൻ വീഡിയോ കണ്ടു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഈ എല്ലാം ട്രെൻഡിങ് വരുന്ന സമയത്തല്ല, കുറച്ച് വൈകിട്ടേ വരുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ്, മറ്റേതിൻ്റെ വ്ളോഗുകൾ ഈവനിങ്ങിൽ സാധാരണ പോലെ ഉള്ളത് പോലെ ഇടും. ഇതൊക്കെ മെയിൻ പകലൊക്കെ ഇടുട്ടോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇടാം, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, മഞ്ജു പത്രോസിന്റെ ആ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് തൻ്റെതായ അഭിപ്രായം കൃത്യമായി, പലരും അഭിപ്രായം പറയാതെ, നമ്മൾ പല മുന്നേയും ഇതിനു മുന്നേ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ സമയത്ത് ഇതേപോലെ ഫിലിമിന്റെ ഇന്റർവ്യൂലൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ ഈ നടിമാരോടൊന്നല്ല അങ്ങനെ വിട്ടേക്ക്, നടിമാരെന്നല്ല, അവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഫിലിം റിലേറ്റ് ചെയ്ത് ഇന്റർവ്യൂ വന്നിരിക്കുന്ന എല്ലാവരോടും എന്ന് പറയാം, അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ പലരും അഭിപ്രായം പറയാൻ മടിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. പക്ഷെ മഞ്ജു പത്രോസ് തൻ്റെതായ അഭിപ്രായം പറയാൻ കാണിച്ച ആ ഒരു ചങ്കുറ്റത്തിന് എന്താ പറയാ, നല്ലൊരു എന്താ അതിനു വേണ്ടി പറയേണ്ടത്, അടിപൊളിയായി, കിടുക്കാച്ചി സാധനമായി ആ മറുപടി. അതെനിക്ക് ഇഷ്ടമായി. അപ്പം പലരും പറയാൻ മടിക്കും. എന്നുവെച്ചാൽ നമുക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയാത്തതാണെങ്കിലും നമ്മൾ ആ സിറ്റുവേഷനിൽ ഇതിവിടെ പറയണ്ടെന്ന് ഓർത്തിട്ട് പലപ്പോഴും മിണ്ടാതിരിക്കും. പക്ഷെ ആ സമയത്ത് അത് അവർ പറയണമെന്ന് ചിന്തിച്ചത് പറഞ്ഞല്ലോ, അത് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. അത് ഇഷ്ടമായപ്പോ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നാണ്. ഇനി ഈ ബിനു അടിമാലി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങള് അവരുടെ ഈ കോമഡി പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ പറയാ, ഞാൻ ഒരു കോമഡി പ്രോഗ്രാമിൽ, നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് വന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ആ ഗെയിം റിലേറ്റ് ചെയ്തിട്ടാണെന്നൊന്നും അവരിങ്ങനെ അടിക്കണ ഒരു ഇതുണ്ട്, അടിക്കണ സീനുണ്ട്. ആ അടിക്കുമ്പോൾ ആളൊരു ഡയലോഗ് പറഞ്ഞു, ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് മുഴുവനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്കത് പേഴ്സണലി ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അതിന് കമന്റ് ഒന്നും ഇടാനൊന്നും പോയില്ല. കാരണം അതിൽ ഓൾറെഡി കമന്റ് ഇട്ടിരിക്കുന്നവർക്കൊക്കെ എതിരെ കുറെ കമന്റുകൾ കുത്തിരുന്ന് ആരൊക്കെ റിപ്ലൈ അയക്കുന്ന പോലെ ഒരു ഫീലിംഗ് വന്നു ആ കമന്റ് ബോക്സിൽ. ഒരു പബ്ലിക് ആണോ അയക്കണതെന്ന് സംശയം തോന്നുന്ന മാതിരി റിപ്ലൈസ് കണ്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ക്ലാഷിനും ആവശ്യമില്ലാത്ത ഇതിന് പോകണ്ടെന്ന് ഓർത്ത് മിണ്ടായിരുന്നതാണ്. ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പറയണം, ഇപ്പൊ അതിൽ മഞ്ജു പത്രോസ് പറയുന്നത്, ഈ ഇന്റർവ്യൂവിൽ പറയുന്നത്, അതായത് ഈ ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങൾ അത് ശരിയല്ല, അത് ചെയ്യരുത്, ആ രീതിയിലുള്ള കോമഡി ദയവായി ഒഴിവാക്കൂ. അങ്ങനെ ബോഡി ഷേമിങ്ങുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പേർക്ക് തമാശയാണെങ്കിലും കുറച്ച് പേർക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ അനിയത്തി പണ്ട് അവള് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഗുണ്ടുമണിയായിട്ടായിരുന്നു, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബോഡി ഷേമിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ അവളുടെ ശരീരഭാഗത്ത് അതായത് ബോഡി ഷെയിം ചെയ്ത രീതി പറയല്ല, അവൾ എങ്ങനെയായിരുന്നു, അല്ല കുറച്ച് തടി ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പൊ തടി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നാട്ടിലുള്ള, അവൾ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കും, എന്റെ അനിയത്തി, ഞാനാണെങ്കിൽ ഭക്ഷണം ഒന്നും കഴിച്ചാലും എന്റെ ശരീരത്തിൽ കൊള്ളില്ല. അപ്പൊ ഞാൻ അധികം കുറച്ച് മെലിഞ്ഞിട്ടുമായിരുന്നു. അപ്പൊ അവളോട് എല്ലാവരും ചോദിക്കും, ചേച്ചിയാണോ ചോദിക്കും. അങ്ങനെ ചോദിച്ചു അപ്പൊ അവൾക്ക് സ്വയം ഒരു കോംപ്ലക്സ് ഉള്ളിൽ വന്നു. അപ്പൊ കുട്ടിയല്ലേ, അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ അവള് പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ എന്റെ അമ്മ പറയും, അവര് തമാശ പറഞ്ഞതല്ലേ, അതിനെന്തിനു മറുപടി പറയണമെന്ന് അമ്മ. പൊതുവെ എന്റെ അമ്മ ഭയങ്കര എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അത് വേണ്ട, ഒന്നും പറയണ്ട, അതിന് മറുപടി പറയണ്ട എന്നുള്ള രീതിയിലാണ് എന്നെ എന്റെ അനിയത്തിയെ വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് അമ്മ പറയണ പോലെയല്ല ഞങ്ങള്, മീൻസ് അങ്ങനെയല്ല, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ ഇപ്പൊ ഞങ്ങൾ കേട്ടോ. അന്നത്തെ കാര്യമാണ് പറയണത്. അപ്പൊ അവള് വന്നിരുന്ന് വിഷമിക്കുക. അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു കോംപ്ലക്സ് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞ് ഇവള് ഭക്ഷണമേ കഴിക്കില്ല, കുറെ നേരം ഭക്ഷണം കഴിക്കാതിരുന്ന് അവള് മെലിഞ്ഞിട്ടായി, എന്നെക്കാളും മെലിഞ്ഞിട്ടായി. അപ്പൊ അവളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ കഴിച്ച് കാണിച്ച് ഞാൻ തടിച്ചിട്ട് പോയി. പക്ഷെ മെലിഞ്ഞപ്പോഴും ഇത് ആൾക്കാർ, ഈ കുട്ടിയൊന്നും കഴിക്കില്ലേ,
അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ ഒരാളെ കാണുമ്പോൾ എങ്ങനെ വേണമെങ്കിലും അയാൾ ഇടിച്ചു താഴ്ത്തി, എങ്ങനെ വേണമെങ്കിലും അയാളിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പൊതു കാര്യമായി ആണെന്നുള്ളത് എന്താ പറയാ, അത് ഇങ്ങനെ ഈ ഒരു പൊതു കാര്യത്തിലേക്ക് ഇതിങ്ങനെ വരുന്നത് ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മളൊരു തമാശ, ജനറൽ ആയിട്ടാണല്ലോ ഈ തമാശകൾ വരുന്നത്. അപ്പൊ ബോഡി ഷെയ്മിങ് രീതിയിലുള്ള തമാശകൾ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഈ കോമഡികളിലാണെങ്കിലും ഇതിലൊക്കെ വരുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരു കുറഞ്ഞ രീതിയിൽ കാണുന്ന രീതിയിലാണ് കോമഡികൾ വരിക സ്വാഭാവികമായിട്ട്. അങ്ങനെ അപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നു, അവർക്ക് മാനസികമായ സംഘർഷം ഉണ്ടാവുന്നു. ഇതൊന്നും ഈ പറയണവർ അറിയുന്നില്ല. താൽക്കാലികമായി ചിലപ്പോൾ ഇതൊരു കോമഡിയാണെന്നുള്ളത്, ഒരാൾ കോമഡി പറയുന്നു, ഇപ്പോഴത്തെ കോമഡികൾക്ക് എന്താ കോമഡി പറയണു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ കോമഡിയെ പറയണമെന്ന് വെച്ചാൽ ചിരിക്കണവരുണ്ട്. അപ്പൊ അത് മഞ്ജു പത്രോസ് പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് മാനസികമായിട്ടുള്ള, അതായത് കൂടെയുള്ള സഹജീവികളെയും കൂടെ പരിഗണിക്കുക, അതെനിക്ക് വളരെ ഇഷ്ടമായി. ഡയലോഗും എല്ലാം സൂപ്പറായി. ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, റിയാലിറ്റി ഷോ തൊട്ടിട്ട് ഈ മഞ്ജു പത്രോസ് അവര് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ വെക്കാറുണ്ട്, റിയാലിറ്റി ഷോ വെക്കാറുണ്ട്, കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ബിഗ് ബോസിലോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ റിയാലിറ്റി ഷോയിൽ മഞ്ജു പത്രോസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞു വന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഫിലിമിന്റെ ഒരു ഡയലോഗൊക്കെ ഫിലിമിൽ വന്നിരുന്നത്, ഇപ്പൊ ഈ സംസാരിച്ച് റിയാക്ട് ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന് ഒന്നൊന്നും മറുപടി പറയണം തോന്നി. ഈ പറഞ്ഞ പോലെ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത്, സ്വന്തം ഫിലിമിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ഇന്റർവ്യൂ കൊടുത്ത് കൂടുതൽ പ്രൊമോഷൻ നേടിയ ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കാണട്ടെ, എന്നിട്ട് ആ ഇന്റർവ്യൂ ആ ടിവിയിൽ ഏത് സമയത്താണോ ആ സമയത്ത് പോയിരുന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോ പക്ഷെ അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മൊത്തം ആളങ്ങനെ വ്യത്യസ്തമായ ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ടാണ്, ആൾക്ക് അറിയണ പോലെ ആള് സിനിമ എടുത്തത് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഏതെല്ലാം രീതിയിലെ പ്രൊമോഷൻ വരുന്നത്, പ്രൊമോഷൻ ആണെന്ന് പോലും അറിയാത്ത രീതിയിൽ ശ്രദ്ധ നേടുകയും അത് പിന്നീട് അല്ലെ പ്രൊമോഷൻ ആണെന്ന് പോലും അറിയില്ല, റിയൽ ആണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പല കാര്യങ്ങളും വ്യത്യസ്തമായി മാറി എല്ലാവരിലേക്കും ആ സിനിമയുടെ പേരെത്തുന്നത് അല്ലേ. എന്റെ കുഞ്ഞാവ എനിക്ക് കാർട്ടൂണൊക്കെ വെക്കും കേട്ടോ വീട്ടില്. അപ്പൊ അവന് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് വെക്കും. അപ്പൊ ഒരു കാർട്ടൂണില് ഒരു പാട്ടുണ്ട്, കുസുമവദന അങ്ങനെ എന്തോ തുടങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്. അതില് വേറെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ആ കാർട്ടൂൺ കാണുമ്പോൾ ഈ കാർട്ടൂൺ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണം അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു തടിച്ച സ്ത്രീ, കുറച്ച് പല്ല് പൊന്തിയിട്ടുള്ള ഒരു ഭാര്യ, ആ ഭാര്യയും ഭർത്താവ് അവിടെ നിൽക്കുമ്പോൾ ആ ഭർത്താവിന്റെ ഇടയിലേക്ക് ഒരു മെലിഞ്ഞൊരു സ്ത്രീ നടന്നു വരികയാണ്. അന്നേരം ഭാര്യനെ, ഈ തടിച്ച സ്ത്രീനെ വലിയ ഇഷ്ടത്തോടല്ലാതെയും ഈ മെലിഞ്ഞ സ്ത്രീനെ വളരെ ഇഷ്ടത്തോടും ഇയാൾ പെരുമാറുന്ന ഒരു കാർട്ടൂൺ. എനിക്ക് ഒട്ടും ആ കാർട്ടൂൺ ഉൾക്കൊള്ളാനേ പറ്റില്ല. ആ കാർട്ടൂണിൽ കുഞ്ഞിന് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ അത് വെച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞത് നോക്കിയിരിക്കുമ്പോൾ അവന്റെ ഉള്ളിലും ആ ഒരു തോട്ട് സംഗതി അവനൊരു ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, എന്നാലും അവന്റെ ഉള്ളിൽ ഈ കാർട്ടൂൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തോട്ട് വരുമോ, ഈ ഒരു തോട്ട് വരുമോ, ഇങ്ങനെ ഒരു പല കാർട്ടൂണുകളും ചിലപ്പം അത് പിന്നെ നമുക്ക് സംസാരിക്കാം, ഈ രീതിയിൽ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരുന്നിട്ട് തുറന്ന് സംസാരിക്കാൻ അങ്ങനെ കാണിച്ചൊരു മനസ്സ് അടിപൊളിയായി. അപ്പൊ എന്താ പറയാ, അതാണ് എനിക്ക് ആ ഒരു ഇന്റർവ്യൂവും ബിനു അടിമാലിയും പിന്നെ ഈ മഞ്ജു പത്രോസും ഉണ്ടായിരുന്ന ആ ഒരു ഇന്റർവ്യൂയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്റെ ഒപ്പീനിയൻ ഇതാണ്. അപ്പൊ ബൈ.